ശ്രദ്ധരാകണം. നിങ്ങൾ റമളാനിലെ അവസാനത്തെ 10 വേണ്ടി അരയും തലയും മുറുക്കി നേരത്തെ കാലേ കൂട്ടി തന്നെ തീരുമാനിച്ചു നിയത്ത് ചെയ്ത് അമലുകൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് പോലെ അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ ഒരുങ്ങേണ്ടതാണ് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങളിലാണ് ദിവസങ്ങളുടെ രാജാവായ അറഫ ദിനമുള്ളത്. ആ 10 ദിവസങ്ങളിലാണ് ബലിപെരുന്നാൾ എന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അമലുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക്, സ്വാലിഹായ അമലുകൾക്ക് വേണ്ടി നിങ്ങൾ സജ്ജരാകുക. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനങ്ങളെ ശ്രേഷ്ഠമാക്കി വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത, തിർമിദിയും ഇബ്നു മാജയും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമുൽ ആശർ. ഈ 10 ദിനങ്ങളെക്കാൾ ദുൽഹിജ്ജയുടെ ഈ ആദ്യത്തെ 10 ദിനങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വേറെ ഒരു 10 ദിവസവും ഇല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ ആശർ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹിജ്ജ ആദ്യത്തിലെ ഈ 10 ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് അമലു സ്വാലിഹ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഈ ദുൽഹിജ്ജ ആദ്യത്തിലെ 10 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണോ ഈ 10 ദിവസങ്ങളിലെ സ്വാലിഹായ അമലുകൾ? 10 ദിവസങ്ങളിലെ സ്വാലിഹായ അമലുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ചത് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇബാദത്ത്, സ്വാലിഹായ അമൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹാബത്തിന് സംശയമായി, നബിയെ അങ്ങനെ ജീവനും ജീവിതവും സമ്പത്തും റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് ശത്രുവുമായിട്ടുള്ള സമര പോരാട്ടത്തിന് ഇറങ്ങുന്നത് ഈ 10 ദിവസങ്ങൾ, ഏത് നമ്മൾ നിലകൊള്ളുന്ന ഈ 10 ദിവസങ്ങളിലെ സ്വാലിഹായ അമലിനേക്കാളും അല്ലാഹുവിന് ശ്രേഷ്ഠമായതാണോ എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഈ 10 ദിവസങ്ങളുടെ അമലിനോട് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും കിടപിടിക്കുകയില്ല. എന്നാൽ ഒരാളൊഴികെ, അയാൾ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈ, അദ്ദേഹം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും റബ്ബിന്റെ മാർഗത്തിലേക്ക് സമര പോരാട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുകയും രണ്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. സമ്പത്തും നഷ്ടപ്പെട്ടു, ശരീരവും നഷ്ടപ്പെട്ടു, അഥവാ പോർക്കളത്തിൽ രക്തസാക്ഷിയായി മാറി. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതിനേക്കാളൊക്കെ പ്രതിഫലമുണ്ട്. അതല്ലാതെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി, യുദ്ധത്തിന് വേണ്ടി ദിവസങ്ങളോളം പുറപ്പെട്ടു, അങ്ങനെ ത്യാഗം ചെയ്തു, ബുദ്ധിമുട്ടി, പ്രയാസപ്പെട്ടു, സമ്പത്തെല്ലാം നൽകി, അയാളെക്കാളും നിങ്ങൾക്ക് ഈ 10 ദിവസം നിങ്ങൾ സ്വാലിഹായ അമൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും പുണ്യമുള്ളതാണ്, ഏറ്റവും പ്രതിഫലമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എത്ര കണ്ട് ശ്രേഷ്ഠകരമാണ് ഈ 10 ദിവസം. ഇതിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ട് അതിനോട് അവഗണന കാണിക്കാതെ ആ ദിവസങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ സ്വാലിഹായ അമലുകൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത് ധന്യമാക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ ഹുബ്ബ്, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ റിള, തൃപ്തി, അതൊരു സത്യവിശ്വാസി കരസ്ഥമാക്കുന്നതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതില് റമളാനിന്റെ ആ അവസാനത്തെ 10ന്റെ ശ്രേഷ്ഠത നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുക, രാത്രി ഉറക്കം വിളക്കുക, ആ അവസാനത്തെ 10 പരമാവധി സക്കാത്ത്, സദഖകൾ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ 10 ദിവസം നമ്മൾ ഒഴിഞ്ഞു വെക്കാറില്ലേ? അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനാണോ പ്രാധാന്യം? ഈ ദുൽഹിജ്ജ 10നാണോ പ്രാധാന്യം? അത് പണ്ഡിതന്മാർക്കിടയിൽ, പൗരാണികരും ആധുനികരുമായ ഉലമാക്കൾക്കിടയിൽ വളരെ ദീർഘമായ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുള്ളതെന്നാണ്. അതിലേറ്റവും യുക്തിഭദ്രമായിട്ടുള്ള അഭിപ്രായം മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. അതാണ് പണ്ഡിതന്മാർ അധികവും ആ ഒരു ആശയം തന്നെയാണ് ഈ അഭിപ്രായത്തിൽ. ഏതു 10നാണ് പ്രാധാന്യമുള്ളത്? ഖാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നത്, ഇന്ന അയ്യാമ അശ്റ ദുൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. ദുൽഹിജ്ജ ആദ്യത്തെ 10 പകലുകൾ
അത് റമളാനിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ പ്രധാനമുള്ളതാണ്. അപ്പൊ പ്രാധാന്യം ഏതിനാണ്? പകലിനാണ്. ദുൽഹിജ്ജ ആദ്യത്തെ 10 പ്രാധാന്യം ഏതിനാണ്? പകലിനാണ്. എന്നാൽ വലയാലിൽ ആശറ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 രാത്രികൾ അത് അഫ്ളലു മിൻ ലയാലിൽ ആശരി മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 രാത്രികളെക്കാളും പ്രാധാന്യം റമളാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ്. മനസ്സിലായല്ലോ? പകലുകളുടെ കാര്യം നോക്കുമ്പോൾ റമളാനിലെ അവസാനത്തെ 10 പകലിനേക്കാളും പ്രാധാന്യം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 പകലുകൾക്കാണ് പ്രാധാന്യം. രാത്രിയുടെ കാര്യം പരിശോധിക്കുമ്പോൾ റമളാനിലെ അവസാനത്തെ 10 രാത്രിക്കാണ് ദുൽഹിജ്ജ ഈ ആദ്യത്തെ 10 രാത്രിയേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ആ രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ അടങ്ങിയിട്ടുള്ളത്. റമളാനിലെ അവസാനത്തെ രാത്രിയിലാണ്. അപ്പൊ ഈ പകലുകൾ വളരെ പ്രധാനമാണ്. ഈ പകലുകൾ റമളാനിലെ പകലുകളെക്കാളും ശ്രേഷ്ഠമാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ എന്തു ചെയ്യണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? നിങ്ങൾ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാലിഹായ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സ്വാലിഹായ അമലുകൾ? സ്വാലിഹായ അമലുകളിൽ പ്രധാനം ഫർളുകൾ തന്നെയാണ്. ഫർള് നമസ്കാരത്തിൽ കൂടുതൽ കൃത്യനിഷ്ഠയും സൂക്ഷ്മതയും നിങ്ങൾ പാലിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫർളുകളുടെ കാര്യത്തിൽ ഈ 10 സാധാരണയുള്ള ദിവസങ്ങളെക്കാളും റമളാനിനേക്കാളും നിങ്ങൾ ശ്രദ്ധ പാലിക്കണം. അപ്പോ നിസ്കാരം, ഫർള് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒന്ന്, പരമാവധി കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കണം. അതും ജമാഅത്തായിട്ട് നിർവഹിക്കണം. ഫർളുകളുടെ കാര്യത്തിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. സുന്നത്തുകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു വ്യക്തി കൂടുതൽ അടുക്കുക. അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാൻ, റിള കിട്ടാൻ, തൃപ്തി കിട്ടാൻ സുന്നത്തുകളിലൂടെ. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. സാധാരണയുള്ള ദിവസങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങൾ, അത് പകലിലോ രാത്രിയിലോ ആയിട്ട് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. തഹജ്ജുദ് റമളാനോട് കൂടി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുക്കുക ഈ ഒരു 10 ദിവസം, എന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കുക. അങ്ങനെ കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങൾ, വിത്ര നമസ്കാരം, ദുഹാ നമസ്കാരങ്ങൾ, മുത്തലഖായ സുന്നത്ത് നമസ്കാരങ്ങൾ, കുറച്ച് സമയം പള്ളിയിൽ വരിക, ഇഅ്തികാഫ് ഇരിക്കുക, അതൊക്കെ സ്വാലിഹായ അമലാണ്. സ്വാലിഹായ അമലുകളാണ്. നിസ്കാരം സ്വാലിഹായ. ഇനി നോമ്പ് സ്വാലിഹായ അമലാണ്. സ്വാലിഹായ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇത് നോമ്പ്. കാരണം ഒരാൾ ഒരു പകല് നോമ്പ് നോൽക്കുന്നതിലൂടെ അവന്റെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും അവൻ അഅ്മാലു സ്വാലിഹത്തിലാണ്. മനസ്സിലായില്ല? ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തിൽ നിങ്ങൾ അമൽ സ്വാലിഹ വർദ്ധിപ്പിക്കണം. അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്, ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. എന്നാൽ നിരന്തരമായി ഓരോ സെക്കൻഡ്, നിസ്കാരം നമസ്കരിക്കുന്ന സമയത്ത് മാത്രമാണല്ലോ, സദഖ കൊടുക്കുന്ന സമയത്ത് മാത്രമാണല്ലോ. എന്നാൽ നോമ്പ് നോച്ചു കഴിഞ്ഞാലോ, നോമ്പ് പ്രഭാതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡിന്റെ ഓരോ അണുക്കളിലും നിങ്ങൾ സ്വാലിഹായ അമലിൽ തന്നെയാണ് നോമ്പുകാരൻ. അപ്പൊ അതുകൊണ്ട് ആ പ്രഭാതം മുഴുവനും സ്വാലിഹായ അമൽ കിട്ടും ഈ ദിവസങ്ങളിൽ നോമ്പ് വെക്കുകയാണെങ്കിൽ. ഈ 9 ദിവസങ്ങളിൽ 10ാമത്തെ ദിവസം നമുക്ക് നോമ്പ് വെക്കാൻ പറ്റൂല, അത് പെരുന്നാളിന്റെ ദിവസമാണ്. ഈ 9 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പൊ സ്വാലിഹായ അമൽ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ ചെയ്യാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പത്നിമാരെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹിജ്ജയുടെ 9 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിരുന്നു. നോമ്പ് നോൽക്കാത്ത ദുൽഹിജ്ജ 9 ഉണ്ടായിട്ടുണ്ട്. 9 അല്ലാതെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. കാരണം ഇത് നിർബന്ധമല്ലാത്തത് കൊണ്ട്, സുന്നത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സുന്നത്തായ നോമ്പാണ് ദുൽഹിജ്ജ 9 അറഫയുടെ ദിവസം. 8 നോമ്പ് അനുഷ്ഠിക്കാം, ബാക്കിയുള്ള 1 മുതൽ നോമ്പ് അനുഷ്ഠിക്കാം. അതും സുന്നത്ത് തന്നെയാണ്. കാരണം അത് സ്വാലിഹായ അമലുകളുടെ ഗണത്തിൽപ്പെട്ടു എന്നുള്ളതും. പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇങ്ങനെ നബി 9 ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള ഹദീസ് വന്നതിന്റെ അടിസ്ഥാനത്തിലും. അപ്പൊ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ സഹോദരന്മാർക്ക് കഴിയുമെങ്കിൽ അവർ നോമ്പുകാരാവുക, നോമ്പ് അനുഷ്ഠിക്കുക. അത് കാരണം അത് ഏറ്റവും നല്ല സ്വാലിഹായ അമലിൽപ്പെട്ടതാണ്. പിന്നെ ബാക്കിയുള്ള സദഖകൾ ചെയ്യാൻ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്ന ദിവസമാണ്. അത് സദഖയായിട്ട് നൽകുക, അത് ഹദിയയായിട്ട് നൽകുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല സ്വാലിഹായ അമലാണ്. വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കുക, സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കുക, നാട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കുക, ഇതൊക്കെ സ്വാലിഹായ അമലാണ്. വഴിയിലൂടെ നടക്കുമ്പം അവിടെ ഒരു മുള്ളു കാണാണ്, കല്ല് കാണാണ്, എടുത്ത് മാറ്റൽ വലിയ പുണ്യമല്ലേ? ഈമാനിന്റെ ശാഖയിൽപ്പെട്ട ശാഖയല്ലേ? നഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു മുഅ്മിനിനെ ശാരീരികമായോ സാമ്പത്തികമായോ സഹായിക്കൽ, അത് സ്വാലിഹായ അമലല്ലേ?
അങ്ങനെ സ്വാലിഹായ അമലിന്റെ ഗണത്തിൽ പെട്ടിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ചെയ്യാൻ ശ്രമിക്കുക. അന്വേഷിക്കുക, ഏതാണ് സ്വാലിഹായ അമൽ, ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല വെറുതെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുകയാണോ, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുകയാണോ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയാണോ, ദിക്ർ വർദ്ധിപ്പിക്കുക. അങ്ങനെ ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഫിക്ർ, ഇൽമ് സമ്പാദനം, വിജ്ഞാനം സമ്പാദിക്കല്, നല്ല ചിന്തകള്, നല്ല പ്രവർത്തനങ്ങൾ, അമലുകൾ, സഹായങ്ങള്, ഇബാദത്തുകൾ എല്ലാം ഈ സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഒന്നേറെ ചെയ്യാൻ പറ്റുമോ ഈ ദിവസങ്ങളിൽ ഏറെ ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളെക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ 365 ദിവസങ്ങളിലേക്കാൾ കൂട്ടത്തില് പ്രാധാന്യം നൽകിയ ഈ ദിവസത്തെ ഞാൻ പരിഗണിച്ചു എന്ന് പടച്ചോനോട് പറയാം. പടച്ചോൻ എന്തിനാണെന്ന് ഇതൊക്കെ നൽകുന്നത്? പരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. ഞാൻ നിനക്ക് ഓഫർ നൽകുന്നു, ആ ഓഫർ നീ അവഗണിക്കുകയാണോ, അല്ല നീ അത് മൈൻഡ് ചെയ്യുന്നുണ്ടോ? നീ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ നീ എനിക്ക് വേണ്ടി ഏറെ എന്ത് ചെയ്യുന്നു? ഏറെ ചെയ്യാനുള്ള ആദ്യം മാനസികമായ ഒരു തയ്യാറെടുപ്പ് വേണം, ഒരുക്കം വേണം. എനിക്കെന്തെങ്കിലും ഒന്ന് ഈ ഒരു 10 ദിവസങ്ങളിൽ ചെയ്യണം ഏറെ എന്നുള്ള ഒരു തോന്നലാമാൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് വരണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം സ്വാലിഹായ അമലായിട്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ തക്ബീർ നല്ലൊരു സ്വാലിഹായ അമലാണ്. തക്ബീർ ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്, മാമിൻ അയ്യാമിൻ അഅ്ലമ ഇൻദല്ലാഹി സുബ്ഹാന, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസങ്ങളിൽപ്പെട്ടതാണ് വലാ അഹബ്ബു ഇലൈഹി അൽഅമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളേക്കാൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യുന്ന വേറൊരു ദിവസമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ തക്ബീറും തഹ്മീദും തഹ്ലീലും നിങ്ങൾ വർദ്ധിപ്പിക്കുക. തക്ബീർ അല്ലാഹു അക്ബർ, തഹ്മീദ് അൽഹംദുലില്ലാഹ്, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീർ പെട്ടു, തഹ്മീദ് പെട്ടു, തഹ്ലീൽ പെട്ടു. ദുൽഹിജ്ജ 1 മുതൽ ചൊല്ലൽ സുന്നത്തുണ്ട്. സഹാബാക്കൾ അങ്ങനെയാണ്. സഹാബാക്കൾ ദുൽഹിജ്ജ 1 മുതൽ തന്നെ തക്ബീർ ചൊല്ലിയിരുന്നു, തഹ്മീദും തഹ്ലീലും ചൊല്ലിയിരുന്നു. എവിടെ? വീടകങ്ങളിൽ ചൊല്ലിയിരുന്നു. ആണുങ്ങൾ ഉറക്കെ, പെണ്ണുങ്ങൾ പതുക്കെ. മസ്ജിദുകളിൽ ചൊല്ലിയിരുന്നു, നിസ്കാരത്തിന് ശേഷം കേട്ടോ, സാധാരണ നിലയിൽ. പിന്നെയോ അങ്ങാടികളിലേക്ക് ഇറങ്ങും, എന്നിട്ട് ഉറക്കെ ചെല്ലും. ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങും, ആൾക്കാർ കേൾക്കുമാർ ചെല്ലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തിന്? മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി. അപ്പൊ തക്ബീർ എന്ന് തുടങ്ങാം, ദുൽഹിജ്ജ 1 മുതൽ തുടങ്ങാം. നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ എന്ന് മുതലാണ് തുടങ്ങേണ്ടത്. അത് അറഫ ദിനത്തിന്റെ സുബഹ മുതലാണ്. പെരുന്നാളിന്റെ തലേന്ന് ദുൽഹിജ്ജ 9 സുബഹ നിസ്കാരം കഴിഞ്ഞ് തക്ബീർ തുടങ്ങണം. ഏത് വരെ? അറഫ 9 അറഫ ദിവസം അഥവാ ദുൽഹിജ്ജ 9, പിന്നെ പെരുന്നാളിന്റെ ദിവസം, അതിനുശേഷം അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം, ആ അയ്യാമു തശ്രീഖിന്റെ 3ാമത്തെ ദിവസം അസർ വരെ 5 ദിവസം. നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. എന്നാൽ ജനറലായിട്ട് മുത്തലഖായിട്ട് തക്ബീർ ചൊല്ലലോ ദുൽഹിജ്ജ 1 മുതൽ ആരംഭിക്കണം. ഫഅക്തിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം. തഹ്ലീലും തഹ്മീദും തക്ബീർ എന്ന് പറഞ്ഞാൽ അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ സ്വാലിഹായ അമലിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ അറഫയുടെ ദിവസം അത് ഏറെ പുണ്യകരമുള്ളതാണ്. അതൊരിക്കലും ഒഴിവാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. നമ്മെ സംബന്ധിച്ചോളം ദുൽഹിജ്ജ 9 അടുത്ത വെള്ളിയാഴ്ചയാണ്. അന്ന് നമ്മുടെ അറഫ ദിവസമാണ്. കൺഫ്യൂഷൻ പലർക്കുണ്ടാകും, അവിടെ അറഫ വ്യാഴാഴ്ചയല്ലേ എന്നുള്ളത്. അമലുകൾ ചെയ്യാൻ എപ്പോഴും അവനവനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളും മണിക്കൂറുകളുമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഹദീസിൽ നമുക്ക് സ്വീകാര്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ അറഫ നോമ്പ് എന്നാണ്? അത് അടുത്ത വെള്ളിയാഴ്ചയാണ്, ദുൽഹിജ്ജ 9-നാണ്. ഇനി ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അവിടുത്തെ അറഫയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ. അങ്ങനെ വല്ല ചിന്തയും വരുന്നുണ്ടെങ്കിൽ ആ 8-നും കൂടി ഒന്ന് നോമ്പ് അനുഷ്ഠിക്കാം. എന്നിട്ട് 8 കിട്ടിയ 9 കിട്ടി, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ശരിക്കും അറഫ ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ജുംഹൂറുൽ ഉലമാ പറയുന്നത് അത് ഒരാള് അന്ന് അയാളുടെ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് അനുഷ്ഠിക്കേണ്ടത്. അത് അറഫ ദിവസം വലിയ പ്രാധാന്യം കേട്ടോ. ഒരിക്കലും ഒരു ജൂതൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഒരായത്ത് നിങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട്, ആ ആയത്തെങ്ങാനും ഞങ്ങൾക്ക് ജൂതന്മാർക്കാണ് ഇറങ്ങിയിരുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ ആഘോഷത്തിന്റെ ദിവസമാക്കുമായിരുന്നു. അപ്പോൾ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യോ ആയ, അത് ഏത് ആയത്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. ഈ ആയത്താണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹങ്ങൾ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ദീനുൽ ഇസ്ലാമിലെ മതമായിട്ട് നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ആശയമുള്ള ആയത്താണ്. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്ത് ഇറങ്ങിയത് എന്നാണ് എന്ന്, ആ ഇറങ്ങിയ സ്ഥലം ഏതാണ് എന്നും ഞങ്ങൾക്കറിയാം. നസലത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖായിമൻ ബിഅറഫ യൗമ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിൽക്കുന്ന സമയത്താണ് ആ ആയത്ത് ഇറങ്ങിയത്. അപ്പൊ ആ ആയത്ത് ഇറങ്ങിയ ആ ദിവസം
ജൂതന്മാർ പോലും വളരെ പ്രാധാന്യത്തോടു കൂടി അവർ പരിഗണിച്ചിരുന്നു, കണ്ടിരുന്നു. അപ്പോൾ ആ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അന്നത്തെ നോമ്പ് കഴിഞ്ഞ കാല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. ആ അറഫാ ദിവസം ഏറെ ആളുകളും നരകത്തിൽ നിന്ന് ചെല്ലപ്പെടുന്നതാണ് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു